ഹായ്. അപ്പം ഇന്ന് ചെറിയ ഡിജിറ്റൽ ഡയറി വ്ളോഗാണ്. ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ ഒരു ദിവസത്തെ കുറച്ച് സാലഡ് മൊമെൻറ്റ്സ് മാത്രമാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത്. പിന്നെ എസ്പെഷ്യലി ഇന്നൊരു സ്ലോ ഡേ ആയിരുന്നു. ഒരു കാര്യം ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ല, അങ്ങനത്തെ ഒരു ഇതിലായിരുന്നു. പക്ഷേ സ്റ്റാർട്ടിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പം പിന്നെ ഓക്കെ ആയി. അപ്പോൾ ഫസ്റ്റ് തന്നെ വിൻഡോ ഒക്കെ ഓപ്പൺ ചെയ്ത് ഡെസ്കിൽ ഇതേപോലെ ഓരോന്ന് എഴുതിയിട്ട് അതേപോലെ തന്നെ നൈറ്റ് വെക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. എപ്പോഴും ഡെസ്ക് ഇതേപോലെ ക്ലീനാക്കി കാണുമ്പോഴാണ് എനിക്കൊരു ഇഷ്ടം. അപ്പോൾ ക്ലീനൊക്കെ ആക്കിയിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ വാട്ടർ ബോട്ടിൽ നിറച്ച് കൊണ്ട് വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ഇയറിൽ ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോരുന്നത് ഈ ഒരു വാട്ടർ ബോട്ടിൽ ഫില്ല് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ ഡേ വലിയ മൂഡൊന്നും ഉള്ള ഒരു ഡേ അല്ലായിരുന്നു. അപ്പോൾ എപ്പോഴും ഞാൻ റിലാക്സ് ചെയ്തിട്ട് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ടു ഡു ചെയ്യുക, വീക്ക്ലി ടു ഡു പ്രിപ്പയർ ചെയ്യാമെന്നാണ്. അപ്പോൾ അതാണ് ചെയ്യുന്നത്. അതേപോലെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഡിഫറെൻറ്റ് വരുത്തണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അതേപോലെ ChatGPT ചോദിച്ചു നോക്കും. അപ്പോൾ അതിൽ പറയുന്നതൊക്കെ ഞാൻ ഇതേപോലെ എഴുതിയെടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്നത്തെ ഒരു ടു ഡു ഉണ്ടാക്കി. അപ്പോൾ ഞാൻ ഇന്ന് ടു ഡു ചെയ്തിട്ട് അങ്ങനെ വലിയ കാര്യമായിട്ട് ചെയ്യണം എന്നൊന്നും വിചാരിച്ചില്ല. ഫസ്റ്റായിട്ട് തന്നെ ഞാൻ ജേർണലിംഗ് ആണ് ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സ്ട്രെസ്സൊന്നും കൊടുക്കാതെ ചെയ്യുന്നതാണല്ലോ. അപ്പോൾ എന്തായാലും ജേർണൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ജസ്റ്റ് ChatGPT ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇതിൽ ചെയ്യാൻ എന്താന്ന്. അപ്പോൾ ഫസ്റ്റ് റെക്കമെൻഡ് ചെയ്തതും ജേർണലിംഗ് തന്നെയായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഇന്ത്യയിൽ വല്ലാതെ സാധനങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്യാനില്ലായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ കുറേ പ്രിൻ്റ് എടുത്തിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് കുറേ ജേർണലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഓരോ സംഭവങ്ങളും ഇപ്പോഴാണ് ഓരോന്നൊക്കെ എടുത്ത് വെക്കാൻ തുടങ്ങിയത്. ശരിക്കും അതൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ് ജേർണലിങ്ങിന്. അപ്പോൾ അതൊക്കെ ഞാൻ ഇതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വലിയ നോട്ട് പാഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഓരോ സെക്ഷനും ഇങ്ങനെ ഡിവിഷൻ ചെയ്തിട്ട് ഇതേപോലെ പേപ്പർ കളേഴ്സിലായിട്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ എഴുതിയൊക്കെ കഴിഞ്ഞപ്പം പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലുള്ളൊരു പേപ്പർ യൂസ് ചെയ്തിട്ട് ഈ ഒരു ജേർണലിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് സെൻറ്റർ ഭാഗത്ത് മാത്രമായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഒട്ടിച്ചു കൊടുക്കുന്നതിന് മുന്നേ അതിൻ്റെ മേലെയായിട്ട് വാഷി ടാപ്പ് കൊണ്ട് ഒരു ബോർഡർ പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതങ്ങനെ പ്ലെയിൻ ആയിട്ട് നിൽക്കണം കണ്ടപ്പം ഒരു ഇതില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വാഷി ടാപ്പ് യൂസ് ചെയ്ത് ഒട്ടിച്ചു കൊടുത്താണ്. പിന്നെ എപ്പോഴും ജേർണൽ ചെയ്യുമ്പം നമ്മൾ കൂടുതൽ എക്സൈറ്റ്മെൻ്റ് ആവുക അതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയായിരിക്കും അതൊക്കെ വിചാരിച്ചിട്ടാവും. പിന്നെ എനിക്കെപ്പോഴും ഈ ജേർണലിങ്ങൊക്കെ ഇഷ്ടപ്പെടുന്നത് സ്റ്റിക്കേഴ്സൊക്കെ ആഡ് ചെയ്യുമ്പോഴാണ്. പിന്നെ ഇതിൽ ഞാൻ കുറച്ച് കോഡ്സും കൂടെ എഴുതി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അത് ഇൻക്ലൂഡ് ചെയ്യുന്നത് നമ്മൾക്ക് അച്ചീവ് ചെയ്ത് പറ്റും അങ്ങനത്തെയൊക്കെ സംഭവമില്ലേ, ഇപ്പോൾ ഡിഗ്രി കംപ്ലീറ്റഡ് അങ്ങനത്തെയൊക്കെ കുറേ ആയിട്ടുള്ള അങ്ങനത്തെയൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ മേലെയായിട്ട് ആൽഫബറ്റിൻ്റെ സ്റ്റിക്കേഴ്സ് കട്ട് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. തിങ്സ് എക്സൈറ്റഡ് പറഞ്ഞിട്ടാണ് ഒട്ടിച്ച് കൊടുത്തത്. പിന്നെ കുറേ ഭാഗത്ത് സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, എപ്പോഴും ഞാൻ ചെയ്യുന്ന ജേർണൽ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ സ്റ്റിക്കേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അത് ആഡ് ചെയ്യുമ്പോഴാണ് എനിക്ക് ജേർണൽ ഒരു ഫിനിഷായിട്ട് തോന്നാറുള്ളത്. പിന്നെ കുറച്ച് വൈറ്റ് ഏരിയാസിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ സ്റ്റിക്കേഴ്സിന് ഔട്ട്ലൈൻ പോലും വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് ഇങ്ങനെ ഉണ്ടായിരുന്നു. സെൻറ്റർ ഭാഗത്ത് എന്തെങ്കിലും ഫില്ല് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോന്ന് വെക്കുമ്പോഴൊക്കെ വല്ലാതെ ലുക്കൊന്നും കൊടുക്കണില്ല. അപ്പോൾ എന്തായാലും ഇങ്ങനെ തന്നെ നിന്നോട്ടെ വിചാരിച്ചു. അപ്പോൾ ജേർണലിങ് കഴിഞ്ഞിട്ട് ലാസ്റ്റുള്ള വലിയ ടാസ്ക് പറഞ്ഞാൽ ഈ ഒരു ടേബിൾ ക്ലീൻ ചെയ്ത് വെക്കാമെന്നാണ്. അപ്പോൾ സ്റ്റിക്കേഴ്സിനൊക്കെ ഇതേപോലെ ബോക്സ് ആക്കിക്കൊണ്ട് അത് അതിലിട്ട് അങ്ങനെ അടച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇങ്ങനത്തെ പേപ്പേഴ്സൊക്കെ ഞാൻ ഇങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ട് ബ്രൗൺ പേപ്പറിൻ്റെ ഉള്ളിലാണ് ആക്കി കൊടുക്കുന്നത്. എന്നിട്ട് അത് ബെഡിൻ്റെ അടിയിലാണ് വെക്കാറ്. രണ്ട് ദിവസം മുന്നേ ഞാൻ 2 പോട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഈ കാണിക്കുന്നത് ഞാൻ SM എന്ന് വാങ്ങിയതായിരുന്നു, 20 രൂപ അങ്ങനെ എന്തോ ആയിരുന്നു. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് എജുമാർട്ട് വിസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പോയപ്പോൾ എന്തെങ്കിലും ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ കണ്ടപ്പം അവിടെ നിന്ന് തന്നെ ഇതേപോലത്തെ ഒരു പോട്ടും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ടേബിളിൽ കുറച്ച് ഡിഫറെൻ്റൊക്കെ വരുത്തണം വിചാരിക്കുന്നുണ്ട്, പ്ലാന്റ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് മേടിച്ചത്. പിന്നെ പ്ലെയിൻ വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു ടേബിളിൽ വെക്കുമ്പോൾ. ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മണി പ്ലാന്റ് ആണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ കുറേ മുന്നേ ഞാൻ ഒരു ഗ്ലാസ്സിൽ സെറ്റ് ചെയ്ത് വെച്ചതായിരുന്നു. അപ്പോൾ അതെടുത്ത് കൊണ്ടുവന്ന് ലീവ്സൊക്കെ പൊടിയൊക്കെ തട്ടി കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ ഇറക്കിയപ്പം അത് കറക്റ്റ് ഫിറ്റിംഗ് ആയിരുന്നു, ഹൈറ്റ് ആയാലും അതേപോലെ തന്നെ വെടുത്തായാലും ഒക്കെ. അപ്പോൾ ഞാൻ ഫസ്റ്റ് വെള്ളത്തിലിട്ട് എന്തെങ്കിലും വെക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അത് വെക്കുമ്പോൾ ഇങ്ങനെ മറിഞ്ഞു പോകണ പോലെ തോന്നി. അപ്പോൾ എന്തായാലും ഇതന്നെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഞാൻ ആ മിറർ ബോളിൻ്റെ ആ ഒരു സൈഡ് ഭാഗത്തായിട്ടാണ് വെച്ച് കൊടുത്തത്. കാരണം സൺലൈറ്റ് അടിക്കുമ്പം ആ ഒരു മണി പ്ലാന്റിൻ്റെ ഏരിയ കാണാൻ നല്ല രസമാണ്. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്